പ്രവാചകന്മാരെ പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ. നമ്മുടെ എല്ലാം മനസ്സിൽ അനശ്വരനായി നിൽക്കുന്ന സത്യൻ മാഷിന്റെ ഏറ്റവും അവസാനത്തെ ചിത്രമാണത്. അദ്ദേഹം അഭിനയിച്ച ഏറ്റവും അവസാനത്തെ ചിത്രമാണ്. സിബി ജോസഫ് ഇത് നന്നായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രവാചകന്മാര് പിന്നെ ആ ഒരു ചെറിയ വളരെ കുറച്ച് ചെറിയതായിട്ട്, അതുപോലെ എടുത്തു പറയേണ്ട മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന ആ പ്രവാചകന്മാരെ പറയുന്നത് ആ തുടക്കത്തില് മാത്രം അവിടെ ശ്രുതി താളൊന്നും പ്രശ്നമില്ല, പക്ഷെ കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രവാചകന്മാരെ ആ വോളിയം ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവിടെ കുറച്ചൊന്നും കൊടുത്തു സിബി പാടിയപ്പോ അത് പ്രവാചകന്മാരെ ഇങ്ങനെ ശരിക്കും സ്ട്രെയിൻ ചെയ്യണ പോലെ തോന്നി. അവിടെ നമ്മള് കുറച്ച് നല്ല ഇതായിട്ട് നല്ല ഫ്ലോയിൽ നല്ല ഈസി ആയിട്ട് പറഞ്ഞത്. ഫൈനലിലും സെമി ഫൈനലിലും ഇതുപോലെയൊക്കെ വരുമ്പോൾ, അടുത്ത റൗണ്ടുകളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇത്രയും സ്ട്രെയിൻ ഒന്നും ഒരുപാട്, എന്നാൽ നമ്മുടെ ആ വോയിസ് കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് തന്നെ 2-3 പാട്ട് പാടുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല. അത് ആ ഒരു അതിനനുസരിച്ചുള്ള ആ റേഞ്ച് പോകുമ്പോൾ അത് അതുപോലെ ശ്രുതി തെറ്റാതെ ഇതുപോലെ സ്ട്രെയിൻ വരാതെ ശ്രുതി താളമൊക്കെ കറക്റ്റായിട്ട്, ശ്രുതി താളത്തിന് പ്രശ്നമില്ല, പക്ഷെ സ്ട്രെയിൻ കുറച്ച് എന്തോ അവിടെ ഫീൽ ചെയ്ത പോലെ ഫീൽ ചെയ്തു എനിക്കത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, പല അസലായിട്ട് പാടി. അത് കഴിഞ്ഞിട്ട് താളത്തോടെ പറഞ്ഞു ഞാൻ പറയൂ. ഓക്കെ, അവിടെ ചെറുതായിട്ടൊന്ന് വിറപ്പിച്ചേക്കുക സംഗതി, മൃഗ സംഗതി എന്ന് പറയാം. പിന്നെ കുഴപ്പമില്ല. ആദിയുഷസിന് ചുവന്ന മണ്ണിൽ നിന്നായുഗ സംഗമങ്ങൾ, അതൊക്കെ നല്ലതായിട്ട്. ആദിയുഷസിൻ ചുവന്ന മണ്ണിൽ നിന്നായുഗ സംഗമങ്ങൾ, ഇവിടെ ഉയർത്തിയ വിശ്വാസ ഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, അതൊക്കെ നല്ല ഇതായിട്ട് പാടി. പിന്നെ ഒന്ന് ചെറുതായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് ഈ വഴിത്താരയിൽ എന്നുള്ള ഈ വഴിത്താരയിൽ ആലംബമില്ലാതെ ഈശ്വരൻ നിൽക്കുന്നു. ആ ഈശ്വരൻ നിൽക്കുന്നു എന്നുള്ളിടത്ത് ഒന്ന് സംഗതി ചെറുതായിട്ടൊന്ന് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പാടിയിരിക്കുന്നത് ഈ വഴിത്താരയിൽ ആലംബമില്ലാതെ ഈശ്വരൻ നിൽക്കുന്നു, അതിന് പകരം നിൽക്കുന്നു എന്നാ പാടിയാണ്. ഒരു ചെറിയ വ്യത്യാസം, അത് വലിയ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പക്ഷെ ശരിക്കും ഒറിജിനലിൽ ഒരു ചെറിയ പോയിന്റ് വ്യത്യാസമുണ്ട്. പിന്നെയൊക്കെ നന്നായിട്ട് പാടി. ധർമ്മനീതികൾ, അതൊക്കെ നന്നായിട്ട് പാടിയത്. പക്ഷെ അവിടെ താളമൊക്കെ ഓടാൻ ഭാവിച്ചു എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കിയത് അവസാനം. പിന്നെ ഭാവി ചരിത്രം തിരുത്തി എഴുതും. പിന്നെ വേറൊരു സ്ഥലത്ത് എന്താണെന്ന് വെച്ചാല് ഭാവി ചരിത്രം തിരുത്തി എഴുതും ഭാരത യുദ്ധ ഭൂവിൽ എന്നുള്ളൊരു സ്ഥലത്തൊരു ഭാരത, ആ സംഗതി മാത്രം കുറച്ചൊന്ന് ക്ലാരിറ്റി കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. അതർവൈസ് എല്ലായിടത്തും നന്നായിരുന്നു. ഇടയൻ തെളിച്ചൊരു ചിത്രം. പിന്നീട് അങ്ങോട്ട് അസലായിട്ട് പാടി, ഒന്നും പറയാനില്ല. ഏതായാലും ടോട്ടാലിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏതായാലും എനിക്ക് ഏറ്റവും സന്തോഷിപ്പിച്ച ഈ സെലക്ഷൻ അപ്പുറമേ ഈ ശ്രുതി താളം തെറ്റാതെ പാടി കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്തു എന്നുള്ള മാത്രമേ എനിക്കൊരു ഇത് അല്ല. അതർവൈസ് ശ്രുതി തെറ്റിയില്ല, താളം തെറ്റാതെ കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലസ് പോയിന്റ്. ഏതായാലും സിബി ജോസഫ് ഞാൻ ഈ റൗണ്ടിൽ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 90 out of 100, 90 മാർക്ക്. ഒരു പുഷ്പം ആദ്യം ഈ പാട്ട് തന്നെ വളരെ റിസ്ക് ആയിട്ടുള്ള പാട്ടാണ്. കാരണം ഇത് കവാലി എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ഫോമിന്റെ അതേ ശൈലി പിന്തുടർന്നുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ റിസ്കി ആയിട്ടുള്ള പാട്ടാണ്. പക്ഷേ ദിലീപ് രവിയുടെ അറ്റംപ്റ്റ് മാത്രമേ അഭിനന്ദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് പാടിയത് തീരെ പെർഫെക്ഷൻ ഇല്ലാണ്ടാണ്. കഴിഞ്ഞ റൗണ്ടുകളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ വളരെ ശ്രദ്ധിച്ച് പാടേണ്ട പാട്ടുകളാണ്. കാരണം ഒരുപാട് സംഗതികൾ, അതും പാടി ഫലിപ്പിക്കാൻ മീറ്ററിന്റെ ഉള്ളിൽ, ഒരു മീറ്ററിന്റെ ഉള്ളിൽ ഇങ്ങനെ എത്ര സംഗതി വേണമെന്ന് ഇങ്ങനെ നമ്മൾ മനസ്സിൽ എങ്ങനെ വിചാരിക്കണോ അതുപോലെ തന്നെ നമുക്ക് പാടാൻ പറ്റണം. ഇപ്പോൾ 2 സംഗതിയിൽ ഒതുക്കണം, 4 സംഗതിയിൽ ഒതുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൺട്രോളിലേ ഇരിക്കണം എന്ന് പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് സംഗതി വരുന്നുണ്ട്. ദിലീപ് രവിയുടെ നല്ല ശ്രുതി ശുദ്ധമായിട്ടുള്ള ശബ്ദമൊക്കെ തന്നെ. പക്ഷെ എന്താണെന്നറിയോ, സംഗതി പെർഫെക്ഷൻ അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ ആ പെർഫെക്ഷൻ കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോവേണ്ടായി. പക്ഷെ ഇതെന്താന്ന് വെച്ചാല് ഇത് ഓരോ വരികളിലും ആ ആദ്യത്തെ ഹമ്മിങ് തൊട്ട് എൻഡ്
ചെയ്യണവര് ഓരോ വരികളിലും പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ വേറെ നോട്ട് മാറി മാറി കേട്ട പോലെ എനിക്ക് തോന്നി. എന്താ അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. ഒരു പുഷ്പം മാത്രമേ ആദ്യം മാത്രമേ എന്നുള്ളത് ആദ്യം താളം ഇല്ലാതെയാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ. പിന്നെ അതിന്റെ ആ ടൈമിങ് ഒരു പുഷ്പം മാത്രമേ അവിടെ എത്ര അനുസ്വരങ്ങൾ വരുന്നുണ്ടെന്ന് അറിയാവുന്നത്. അതായത് ഒരു സ്വരത്തിന്റെ സപ്പോർട്ട് കൂടി വേണം, അല്ലാണ്ട് വെറുതെ പരത്തി അടിച്ച് പാടിയില്ലേ. മാത്രമെന്ന് പാടിയിട്ട് കാര്യമില്ല. അവിടെ മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, അത് വെറുതെ അങ്ങോട്ട് പരത്തി അടിച്ച് പാടിയുള്ളത്. അതാ അവിടെ തൊട്ട് ഇതിപ്പോ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന പോലെയാണ് മിസ്റ്റേക്ക് എന്തൊക്കെയാന്ന് വെച്ചാൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ പാടി കേൾപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണത്. അതുപോലെ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ, അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തും ഒരു ഗാനം മാത്രമേ അവിടെയൊക്കെ എത്ര കുറച്ച് മോഡുലേഷൻ കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവിടെയുള്ള സംഗതികളുടെ ആ ഉരുട്ടല്, മൃഗാസംഗതികളുടെ പെർഫെക്ഷൻ. ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ, അവിടെ നിന്നാണ് താളം തുടങ്ങുന്നത്. അതുപോലെ ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങു ഞാൻ വിരിക്കാം. അത് കഴിഞ്ഞ് ഇടപ്പല്ലവി കഴിഞ്ഞിട്ട് പല്ലവി പാടാൻ നേരത്ത് താളം കുറച്ചൊന്ന് ഓടിപ്പോകുന്നത്. ഒരു പുഷ്പം ആ മാത്രമെന്നുള്ളിടത്ത് താളം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താളം നന്നായിട്ട് പെരുക്കി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു പോയിന്റ് ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോയ പോലെ ഇരിക്കുന്നു. ആ താളം അവിടെ പെർഫെക്ഷൻ ആയിട്ട് വന്നില്ല. അതാ അനുപല്ലവി കഴിഞ്ഞിട്ട് പല്ലവി എടുത്ത് ആ പല്ലവി തീരണവരെയുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ചരണവും മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ എന്ന് പാടി അവിടെ പോയല്ലോ മലർമണം മാഞ്ഞല്ലോ, അവിടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ പെർഫെക്റ്റ് ആക്കായിരുന്നു നന്നായിട്ട്. മമ സഖി നീ എന്നു വന്നു നീ എന്നു, അങ്ങനെയുള്ള മോഡുലേഷൻസ്. അതിന് തന്നെ രണ്ട് സംഗതി ഉണ്ട്. മമ സഖി നീ എന്നു വന്നു ചേരും മനതാരിൽ മാറിക്കാ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി നീ എന്നു വന്നു ചേരും. ഇങ്ങനെ ആ സംഗതികളുടെ ഇതും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ പാട്ടിന്റെ ആ ഒരു ഫീലിംഗ് വേറെ രീതിയിലായത്, നല്ല രീതിയിലായത്. പക്ഷേ ഇത് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഈ പാട്ട് തിരഞ്ഞെടുത്ത സെലക്ഷനും ഇതിന്റെ അറ്റംപ്റ്റ് മാത്രമേ എനിക്ക് അറ്റംപ്റ്റ് ചെയ്തു എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ അത് വേണ്ട വിധത്തിൽ വന്നില്ല. ദിലീപ് രവിക്ക് ഞാൻ ഈ റൗണ്ടിൽ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 75 ഔട്ട് ഓഫ് 100, 75 മാർക്ക്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. സുശീലാമ്മയാണ് ഇത് പാടിയിരിക്കുന്നത്. വയലാർ രചന, ബാബുരാജ് സംഗീതം. പിന്നെ റീജ ബോബിയുടെ ആദ്യം ഞാൻ പ്ലസ് പോയിന്റ്സ് പറയാം. ഇത് നല്ല ഫീൽ കൊടുത്ത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഫീൽ കൊടുക്കേണ്ടത്. പക്ഷേ സംഗതികളുടെ ക്ലാരിറ്റി ഇല്ലായ്മ അത് പെർഫെക്ഷനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഓരോ വരികളിലും ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്കുകളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടെന്ന് പറയാം. അതും പോരാത്തതിന് താളവും തെറ്റി എടപ്പല്ലി എടുക്കുന്നത്. അതിങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ അത് കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ നന്നായിട്ട് കുറച്ച് നല്ല എനർജറ്റിക് ആയിട്ട് പാടിയതല്ലേ. ഇപ്പൊ എന്ത് പറ്റിയത്? ഇങ്ങനെ പെട്ടെന്ന്
ഞാൻ പറയാം. അപ്പൊ പറയാനാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ തുടങ്ങിയപ്പോ നല്ല ഫീലോട് കൂടി തുടങ്ങി, അത് സംഭവിച്ചു. പക്ഷെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, ആ തിങ്സ് പ്രതിമകളെ, അങ്ങനെയുള്ള തിങ്സ് ഒക്കെ ഒന്നും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. വെറുതെ അത് സിമ്പിളായിട്ട് ഇങ്ങനെ വിട്ടുള്ളൂ. എന്താ പിന്നെ അതുപോലെ തന്നെ മറക്കൂ നിങ്ങളി ദേവദാസിയെ, അങ്ങനെ അങ്ങനെ വരുന്നതിന് പകരം ദേവദാസിയെ എന്ന് പാടി. അത് അതിനുശേഷം മറക്കൂ, അങ്ങനെയുള്ള സ്മോൾ തിങ്സ്. ബാബുരാജിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ബാബുരാജിന്റെ പാട്ടുകൾ അങ്ങനെയുള്ള പ്രത്യേകതകൾ, അങ്ങനെയുള്ള തിങ്സിന് വരെ നല്ല വാല്യൂ ഉണ്ട്. അതിനൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പാട്ടിന്റെ ഒരുപാട് ഹൈലൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സംഗതികളാണ് അതിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ പാട്ടാക്കിയത് എന്താന്ന് വെച്ചാൽ ആ തിങ്സ് അത് പറയുന്നുണ്ട്. അതായത് ഒരു ഇത്ര മീറ്ററിനുള്ളിൽ ഒരു 2 ഗമകം അല്ലെങ്കിൽ 2 മൃഗ കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റണം. ആ സംഗതി പാടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് താളത്തിനെ ഇങ്ങനെ ബാധിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ താളത്തിന്റെ മീറ്റർ കറക്റ്റ് ആയിട്ട് ഇപ്പോ ദേവദാസിയെ ദാസിയെ ആ 2 ബീറ്റിനുള്ളിൽ ആ സംഗതി വീഴണം. മനസ്സിലായില്ലേ? അത് ആ കറക്റ്റ് മീറ്ററിനുള്ളിൽ വീണെങ്കിൽ അതിനൊരു പെർഫെക്ഷന്റെ ഒരു ഇതുണ്ടാവുള്ളൂ, ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് പകരം അത് വീണില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇതിപ്പോ അനുപല്ലവി വരികയാണെങ്കിൽ ആയിരമായിരമന്തപുരങ്ങളിൽ അവിടെയൊക്കെ എന്തോ പാടിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരാധിച്ചവൾ ഞാൻ നിങ്ങളെ, ആരാധിച്ചവൾ ഞാൻ ആരാധിച്ചവൾ, അവിടെയൊക്കെ ഒരുപാട്. പിന്നെ നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണു ഞാൻ, അങ്ങനെ പറയുന്നതിന് പകരം അവിടെ അത് കഴിഞ്ഞിട്ടാണ് പല്ലവി എടുത്തപ്പോ പിന്നെ താളം തെറ്റി. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്നുള്ളതിന്റെ 2ാമത്തെ സംഗതിയില്ലേ, കളിമൺ പ്രതിമകളെ, അവിടെ ഈ പറഞ്ഞ പോലെ മീറ്റർ വിട്ടുപോയി സംഗതി. നിങ്ങൾ മുഴുവൻ പാടി വന്നപ്പോഴത്തേക്ക് ആ താളം കഴിഞ്ഞു പോയി. അവിടെ നമ്മുടെ ആ പല്ലവി കഴിയണ വരെ താളം തെറ്റി എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. കാരണം അതുപോലെ സാധാരണക്കാർക്ക് കൂടെ മനസ്സിലാകാത്ത രീതിയിലാണ് അതങ്ങനെ പാടിയേക്കണം. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഇത്രയും ഹൈറ്റിൽ നിന്ന ആൾ എങ്ങനെ താഴത്തേക്ക് വന്നു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. വളരെ ഞെട്ടിപ്പോയൊരു സംഭവമാണ്. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല അത്. പക്ഷെ എന്നാലും അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഗോരയല്ലേ സെക്കൻഡ് റൗണ്ടിൽ പാടിയത്. അപ്പൊ എന്തൊരു നല്ല ത്രില്ലും നല്ല പഞ്ചൊക്കെ ആയിട്ട് പാടിയിരുന്നത്. പിന്നെ അതുപോലെ കർപ്പൂരനാളമായി നിങ്ങൾ ഓക്കെ മുൻപിൽ കത്തിയെറിഞ്ഞവൾ ഞാൻ, അത് കഴിഞ്ഞിട്ട് ഒരു നാൾ കത്തിയെറിഞ്ഞവൾ ഞാൻ, കണ്ണീരിൽ മുങ്ങിയ തുളസി കതിരാൽ കാൽക്കൽ വീണവൾ ഞാൻ കാൽക്കൽ വീണവൾ ഞാൻ. അവിടെയൊക്കെ വേറെ എന്തോ പഠിച്ചത് തെറ്റ് പറയാനാണ്. ഇത് ഒരുപാട് ഇങ്ങനെ നിഴലിച്ചു വന്നിട്ടുണ്ട്. ഏതായാലും ഈ പെട്ടെന്ന് ഒരു നിരാശപ്പെടുത്തി കളഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ റൗണ്ടിൽ ഞാൻ റീജ ബോബിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 76 ഔട്ട് ഓഫ് 100, 76 മാർക്ക്.